ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. നമ്മുടെ ഇന്നത്തെ ക്ഷേത്ര ദർശനം കേരളത്തിലെ വളരെ പ്രസിദ്ധമായ കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. അതാണ് നമ്മുടെ ഇന്നത്തെ ക്ഷേത്ര ദർശനം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ സ്വന്തം നാടാണ് കേട്ടോ. ഇതിനടുത്ത് തന്നെയാണ് എൻ്റെ വീടും. മൃദംഗരൂപിണിയായ ആദിപരാശക്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തിയ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം. പഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമാണ് ഈ ഭഗവതി ക്ഷേത്രം. പഴശ്ശിരാജാവ് യുദ്ധത്തിന് പോകും മുൻപ് ഇവിടെ ശ്രീ പോർക്കലിക്ക് ഗുരുതി പൂജ നടത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. 2016 ഈ ക്ഷേത്രം ഒരുപാട് ശ്രദ്ധ നേടിയിരുന്നു. മുൻ IPS ഉദ്യോഗസ്ഥനായിരുന്ന അലക്സാണ്ടർ ജേക്കബ് സാർ വെളിപ്പെടുത്തിയ 3 സംഭവ കഥകളാണ് ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക് വർദ്ധിപ്പിച്ചത്. കലാവാസനകൾ വളരാനായും വിദ്യാഭ്യാസ ഉന്നതിക്കും ദുരിതശാന്തിക്കുമെല്ലാം ഈ ക്ഷേത്രം ഒരുപാട് ഉത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. നവരാത്രിയും മീനമാസത്തിലെ പുരനാളുമാണ് പ്രധാന ഉത്സവങ്ങൾ. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം. ക്ഷേത്ര ഐതിഹ്യം: സ്വർഗലോകത്തു നിന്ന് ഈ പ്രദേശത്ത് പണ്ടെന്നോ ശക്തി സ്വരൂപിണിയായ ഭഗവതി ഒരു മിഴാവിന്റെ രൂപത്തിൽ വന്നു വീണുവെന്നാണ് പറയപ്പെടുന്നത്. മിഴാവ് അഥവാ മൃദംഗം വീണ സ്ഥലമാണ് പിന്നീട് മൃദംഗശൈല നിലയം എന്നായി മാറിയത്. പിന്നീട് അത് മിഴാവുകുന്ന് അറിയപ്പെട്ടു തുടങ്ങി. കാലക്രമേണ അത് മാറി മാറി മുഴക്കുന്നായി മാറി എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിയുടെ ഉത്ഭവവും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു കഥയും നിലവിലുണ്ട്. കോട്ടയം രാജാക്കന്മാരുടെ കുലദൈവമായ ശ്രീ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന് ഏകദേശം 2000 വർഷം പഴക്കമുണ്ട്. എങ്കിലും അത് തെളിയിക്കാനുള്ള രേഖകൾ എവിടെയുമില്ല. ആദ്യകാലത്ത് കോട്ടയം രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു. രാജാക്കന്മാരുടെ കാലത്ത് മൃദംഗശൈലേശ്വരി ക്ഷേത്രം അതിന്റെ പ്രൗഢിയോടെ കാണും. തങ്ങളുടെ കുലദൈവത്തെ അവർ ഭക്തിപൂർവ്വം ഭജിച്ചു പോന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അക്കാലത്ത് ഒരു ഗുഹാക്ഷേത്രം ഉണ്ടായിരുന്നു. അതായിരുന്നു യഥാർത്ഥത്തിൽ പോർക്കലി ക്ഷേത്രം. ഇത് പാർത്ഥസാരഥി ക്ഷേത്രമാണ്. ഇതിനടുത്ത് തന്നെ ആണ് ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊണ്ടിരുന്ന മറ്റൊരു ക്ഷേത്രം. അതാണിത്. 3 തവണ ഈ ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം കളവ് പോയിരുന്നു. 3 തവണയും അത് തിരിച്ചെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കള്ളന്മാർക്ക് അത് അധിക ദൂരം കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. അതാണ് ദേവിയുടെ ശക്തി. ആദിപരാശക്തിയായ ഭഗവതിയാണ് മൃദംഗശൈലേശ്വരിയായി ഇവിടെ കുടികൊള്ളുന്നത്. പ്രധാനമായി ശ്രീ പോർക്കലിയായ ഭദ്രകാളി അഥവാ പോരിൽ കലിതുള്ളുന്ന കാളിയായും സംഗീതരൂപിണിയായ സരസ്വതിയായും ഭഗവതി ഇവിടെ ആരാധിക്കപ്പെടുന്നു. മൃദംഗത്തിൽ കുടികൊണ്ട ഭഗവതിയാണ് മൃദംഗശൈലേശ്വരി ആയതെന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ ദർശനം നടത്തുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് തുല്യമാണെന്ന് പറയപ്പെടുന്നു. നെയ്വിളക്കുമായി അമ്മയുടെ മുന്നിൽ മനമൊരുകി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെയും അമ്മ ഒരിക്കലും കൈവിടാറില്ല. ഇവരുടെ ആഗ്രഹങ്ങൾ അമ്മ സാധിച്ചു കൊടുക്കുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കലിയുഗ വരദായനിയായി അമ്മ ഇവിടെ കുടികൊള്ളുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ക്ഷേത്ര ദർശന വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജയ് മാതേ, ജഗദീശ്വരി മാതേ, ശാരദ ഭവാനി.